നമസ്കാരം. സാരംഗി ന്യൂസിലേക്ക് സ്വാഗതം. 24 മണിക്കൂറും ജനങ്ങൾക്കിടയിൽ ഓടി നടക്കുന്ന നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർക്കും പ്രസിഡന്റുമാർക്കും മാസം എത്ര രൂപയാണ് ശമ്പളം കിട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ കാലത്ത് ഒരു കുടുംബം പുലർത്തുവാൻ ഈ തുക തികയുമോ? കേട്ടാൽ നിങ്ങൾ ഞെട്ടും. യഥാർത്ഥത്തിൽ ഇവർക്ക് ലഭിക്കുന്നത് ശമ്പളമല്ല, പകരം ഓണറേറിയം അഥവാ മാനധനമാണ്. കേരളത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർക്ക് നിലവിൽ കിട്ടുന്നത് വെറും 8,000 രൂപയാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റായാൽ മുഴുവൻ സമയവും ഓഫീസിലും നാട്ടിലും ചിലവഴിക്കണം. എന്നാൽ അവർക്ക് കിട്ടുന്നത് വെറും 13,400 രൂപയാണ്. വൈസ് പ്രസിഡന്റ് കിട്ടുന്നത് 11,200 രൂപയും. ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെ അവസ്ഥയും ഇതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ഇന്നത്തെ വലിയ വിലക്കയറ്റത്തിനിടയിൽ 8,000 രൂപ കൊണ്ട് ഒരു വീട്ടിലെ ചെലവ് എങ്ങനെ നടക്കും? സ്വന്തം കുടുംബം പട്ടിണിയാകാതിരിക്കുവാൻ പല മെമ്പർമാരും കൂലിപ്പണിക്കും മറ്റ് സ്വകാര്യ ജോലികൾക്കും പോകുവാൻ നിർബന്ധിതരാകുകയാണ്. അങ്ങനെ വരുമ്പോൾ അവരെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവർക്ക് എവിടെയാണ് സമയം കിട്ടുന്നത്? നാട്ടിലെ കല്യാണം, മരണം, ചികിത്സ എന്നിവയൊക്കെ സ്വന്തം പോക്കറ്റിൽ നിന്നും പലപ്പോഴും ഇവർ പണം ചെലവഴിക്കുന്നത്. MLA-മാർ, മന്ത്രിമാർ, MP-മാർ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ആനുകൂല്യങ്ങളും നൽകുമ്പോൾ ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന താഴെത്തട്ടിലുള്ള ജനപ്രതിനിധികളോട് ഈ അവഗണന കാണിക്കുന്നത് ശരിയാണോ? സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സാധാരണക്കാർക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുവാൻ മടിക്കും. ഇത് വ്യവസ്ഥിതിയെ അഴിമതിയിലേക്ക് തള്ളിവിടുവാൻ കാരണമാകില്ലേ? തദ്ദേശ ജനപ്രതിനിധികളുടെ ഈ മാനധനം കാലാനുസൃതമായി വർദ്ധിപ്പിക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.